യേശു നിന്നെ ഇന്ന് വാഴുവാൻ തുടങ്ങുകയാണെങ്കിൽ വരാൻ പോകുന്ന കർത്താവിന്റെ നാൾ നിനക്ക് ഉല്ലാസമായിരിക്കും. യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ. എന്നാൽ യഹോവ വാഴുന്നു, ഭൂമി നടുങ്ങി വിറയ്ക്കട്ടെ. രണ്ടും ഭൂമിയാണ്. ഉല്ലാസവും നടുങ്ങി വിറയ്ക്കുന്ന അനുഭവവും രണ്ടും ന്യായത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ദൈവം ന്യായാധിപനാകുമ്പോൾ സകല ദുഷ്പ്രവൃത്തിക്കാരും അഹങ്കാരികളൊക്കെയും താളടിയാകുന്നതായ അവസ്ഥ. എന്നാൽ അതേസമയം ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവിനെ നോക്കി നിന്ന് കർത്താവിനെ അനുസരിച്ച് എൻ്റെ ശരീരത്തിൽ യേശുവാണ് വാഴുന്നതെങ്കിൽ തീർച്ചയായും എനിക്കത് രോഗോപശാന്തിയോട്, നീതിസൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കുന്ന ഒരു ദിവസം. അത് തീരുമാനിക്കുന്നത് നിങ്ങളിൽ ആര് വാഴ്വ് നടത്തുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ലെറ്റ് ഗോഡ് റെയിൻ ഇൻ മൈ ബോഡി ആൻഡ് ലെറ്റ് ഗോഡ് റെയിൻ ഇൻ മൈ തോട്ട്സ്. എൻ്റെ ചിന്തകളിൽ യഹോവ വാഴട്ടെ. നമ്മുടെ ചിന്തകളിൽ യഹോവ വാഴുന്നത്. പലപ്പോഴും നമ്മുടെ ചിന്തകളിൽ ഒരു വലിയ പ്രശ്നം, നമ്മുടെ ചിന്തയിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ പിശാചിന് വിട്ടുകൊടുക്കുകയാണ്. പലപ്പോഴും പിശാചിൻ്റെ ഒരു ഇരിപ്പിടമായി തീരുകയാണ്. ഈ വാക്യങ്ങൾ വാസ്തവത്തിൽ ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. പല എൻ്റെ മെസ്സേജസിലും ഞാനിത് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടെയാണ് 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളത് തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. നോക്കുക, ഏത് വിചാരത്തെയും, every thought that comes to my mind, I want to capture it for the obedience of Christ. എൻ്റെ തലയിലേക്ക് കയറി വരുന്ന ഓരോ ചിന്തയും ഒന്നുകിൽ പിശാചിനുള്ള അനുസരണമായിട്ടോ അല്ലെങ്കിൽ ദൈവത്തിനുള്ള അനുസരണം. നമ്മൾ തന്നെ ആലോചിച്ചാൽ ഏത് കാര്യത്തിനും നമ്മുടെ മനസ്സിൽ 2 ചിന്ത വരുന്നുണ്ട്. ചെയ്യണോ ചെയ്യണ്ടായോ, പോകണോ പോകണ്ടായോ, പറയണോ പറയണ്ടായോ, 2 ചിന്ത വരുന്നുണ്ട്. ഈ ചിന്ത ഒരു തലത്തിലേക്ക് പോയാൽ അത് പിശാചിനുള്ള അനുസരണവും, ഒരു തലത്തിലേക്ക് മറ്റൊരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കർത്താവിനുള്ള അനുസരണവുമാണ്. എൻ്റെ ചിന്തകളെ യഹോവയാണ് വാഴുന്നതെങ്കിൽ, എൻ്റെ ചിന്തകളിൽ യേശുവാണ് വാഴുന്നതെങ്കിൽ എൻ്റെ എല്ലാ ചിന്തകളും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കപ്പെടുകയാണ്. യേശു അല്ല, ഞാനാണ് വാഴുന്നതെങ്കിൽ, പിശാചാണ് വാഴുന്നതെങ്കിൽ, ലോകമാണ് വാഴുന്നതെങ്കിൽ, ജഡമാണ് വാഴുന്നതെങ്കിൽ, ജഡത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി എൻ്റെ ചിന്തകളൊക്കെ പിടിച്ചടക്കപ്പെടുകയാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ചിന്തകളെ യേശു പിടിച്ചടക്കട്ടെ. നിങ്ങളുടെ ചിന്തകളെ യേശു പിടിച്ചടക്കണമെങ്കിൽ യേശുവിനോട് പറയണം, എൻ്റെ ചിന്തകളുടെ രാജാവ് നീയാണ് കർത്താവേ, എൻ്റെ മനസ്സിന്റെ രാജാവ്, ഞാനത് തുറന്നു തരികയാണ്. എൻ്റെ ചിന്തകളുടെ ലോകത്തിലേക്ക് നീ ഒന്ന് കയറിയിരിക്കുക. എനിക്കതിനെ മറ്റെങ്ങോട്ടും പറഞ്ഞു വിടാൻ ആഗ്രഹമില്ല. I want to see that every thought that comes to my mind, Lord, I want to see that it is becoming a captive. നിന്റെ വാക്കുകളുടെ, നിന്റെ ചിന്തയുടെ നിന്റെ ഇഷ്ടത്തിന്റെ അടിമയാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നമ്മൾ എത്ര പേര് പറയും, കർത്താവേ എൻ്റെ ചിന്തകളിൽ നീ വാഴണമേ എന്ന് എത്ര പേര് പറയും? എൻ്റെ ശരീരത്തിൽ നീ വാഴണമേ, എൻ്റെ ചിന്തയിൽ വാഴണമേ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ അതിനും അപ്പുറത്തുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ എൻ്റെ ഇച്ഛകളെ തന്നെ ദൈവം നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥ. 13-ാമത്തെ വാക്യം, ചാപ്റ്റർ 2 വേഴ്സ് 13, അവിടെ വായിക്കുന്നത്, ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. എൻ്റെ ഇഷ്ടങ്ങളെ ദൈവം വാഴുന്ന ഒരു സ്റ്റേജ്. ഞാൻ പറഞ്ഞല്ലോ, 1 എൻ്റെ ശരീരത്തെ ദൈവം വാഴുന്ന സ്റ്റേജ്, യേശു വാഴുന്ന സ്റ്റേജ്. 2 എൻ്റെ ചിന്തകളെ കർത്താവ് പിടിച്ചടക്കുന്ന ഒരു സ്റ്റേജ്. പിശാചിന് ഒരു ചിന്ത പോലും വിട്ടുകൊടുക്കാതെ എല്ലാ വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുന്ന സ്റ്റേജ്. അടുത്തത് എൻ്റെ ഡിസയേഴ്സ്, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളുകളെ മിക്കവാറും നമ്മളെല്ലാവരും അതാ ചെയ്യുന്നത്. കർത്താവെ എൻ്റെ ഹിതം നടക്കണേ എന്നാണ് പലരും പ്രാർത്ഥിക്കുന്നത്. ഇംഗ്ലീഷിൽ സാധാരണ പറയാറുണ്ട്, there are 3 kinds of prayers. 1, കർത്താവെ എൻ്റെ ഇഷ്ടം നടക്കണേ, അതാണ് നമ്മൾ മിക്കപ്പോഴും പ്രാർത്ഥിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതുമായിട്ട് ദൈവസന്നിധി ചെന്നിട്ട് അങ്ങനെ പ്രാർത്ഥിച്ച് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഒടുവിൽ എൻ്റെ ഇഷ്ടം നിർവഹിച്ചെടുക്കും. പക്ഷേ 2-ാമത്തെ പ്രാർത്ഥന കർത്താവിന് പറയുന്നത്, കർത്താവെ എൻ്റെ ഇഷ്ടം മാത്രം നല്ല ഇഷ്ടമൊന്നുമല്ലെന്ന് എനിക്കറിയാം, നിൻ്റെ ഇഷ്ടമാണ് നല്ലത്, പക്ഷേ ഇച്ചിരി പ്രയാസമാണ് കർത്താവേ, അതുകൊണ്ട് നിൻ്റെ ഇഷ്ടമൊന്ന് മാറ്റി തരണമെന്നാ. ചേഞ്ച് യുവർ വിൽ, ലെറ്റ് ദൈ വിൽ ബി ഡൺ. നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയുന്നു. 2ാമത് പറയുന്നത്, നിൻ്റെ ഇഷ്ടം ഒന്ന് മാറ്റണമേ. മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടമാക്കണമെന്നാ, അല്ലാതെ വേറെ ഒന്നുമില്ല. ആത്യന്തികമായി 2 പ്രാർത്ഥന ഒന്നാ, എന്താ? എൻ്റെ ഇഷ്ടം നടക്കണേ. 3-ാമത്തെ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന. എന്ത്? കർത്താവേ എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം തന്നെ നിർവഹിക്കപ്പെടുമാറാകട്ടെ. അവിടെയാണ് നമ്മുടെ വില്ല് നമ്മൾ കർത്താവിന് സറണ്ടർ ചെയ്യുന്നത്.
ഒരാൾ പറഞ്ഞുകൊണ്ട് 2 തരത്തിലുണ്ട് പ്രാർത്ഥന. ഒന്നുകിൽ നമ്മൾ ചെന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടിന്മേൽ നിന്നിട്ട് പറയുന്നു, ലോർഡ് ലെറ്റ് ദൈ വിൽ ബി ഡൺ, കർത്താവേ നിന്റെ ഇഷ്ടം നടക്കട്ടെ. രണ്ടാമത്തെ കൂട്ടര് ദൈവസന്നിധി ചെന്ന് കരയുന്നു. കുറെ നേരം കരഞ്ഞു കഴിയുമ്പം കർത്താവ് പറയുന്നു, എന്നാ പിന്നെ നിന്റെ ഇഷ്ടം നടക്കട്ടെന്ന്. ആദ്യത്തേത് നമ്മൾ കർത്താവിനോട് പറയാം, കർത്താവേ നിന്റെ ഇഷ്ടം നടക്കട്ടെ. രണ്ടാമത്തെ ആളുകൾ എന്താണ്? ദൈവത്തിന്റെ അടുത്ത് ചെന്ന് ദൈവത്തെ അസഹ്യപ്പെടുത്തുമ്പോൾ, മുമ്പേ പറഞ്ഞതുപോലെ അസഹ്യപ്പെടുത്തുമ്പോൾ ഈ കർത്താവ് പറയും, എന്നാ പിന്നെ നിന്റെ ഇഷ്ടം നടക്കട്ടെ. അങ്ങനെയാ നമ്മൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടം ഓക്കെ ലെറ്റ് ദൈ വിൽ ബി ഡൺ ദൈവം പറയുന്ന സ്റ്റേജ്. അതല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്. എൻ്റെ ഇഷ്ടങ്ങളുടെ മേൽ വാഴുന്നവനായ ദൈവം. മറ്റൊന്നും എനിക്കില്ലാത്ത ഒരു സ്റ്റേജ്. 73-ാം സങ്കീർത്തനത്തിന്റെ 25-ാം വാക്യത്തിൽ ഞാനിന്ന് രാവിലെ ഓർപ്പിച്ചൊരു കാര്യമുണ്ട്. സ്വർഗത്തിൽ എനിക്ക് കർത്താവ് മാത്രമേ ഉള്ളൂ, ഭൂമിയിലും ഞാൻ നിന്നെ അല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ആഗ്രഹങ്ങളെ മുഴുവൻ ട്രാൻസ്ഫോം ചെയ്യുന്നവനായ കർത്താവ്, എൻ്റെ ആഗ്രഹങ്ങളെ മുഴുവൻ. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, 27-ാം സങ്കീർത്തനം, അത് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ സന്നിധിയിൽ ദീർഘകാലം വസിക്കേണ്ടതിന് തന്നെ. വേറെ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. ഐ ജസ്റ്റ് വാണ്ട് ടു സീ ദാറ്റ് ഐ ആം ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. കാര്യം എൻ്റെ ഡിലൈറ്റ്സ് എല്ലാം യേശുവിലാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവം നിങ്ങളെ വാഴുവാൻ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമോ? അവൻ പ്രപഞ്ചത്തെ വാഴുന്നു, അവൻ ഭൂമിയെ വാഴുന്നു, അവൻ പ്രകൃതിയെ വാഴുന്നു. അവൻ പറയുന്നത് ലോകത്തിലെ എല്ലാ മൃഗങ്ങളും മരങ്ങളും കല്ലും എല്ലാം അനുസരിക്കുന്നു. എവറിഥിങ് ഒബേസ് ഗാഡ് ബിക്കോസ് ഹി ഈസ് റെയിനിങ്. നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ? നിങ്ങളുടെ മേൽ അവൻ വാഴ്വ് നടത്തുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ അവൻ ഒരു കർത്താവാണോ? യേശുവിനെ കർത്താവ് എന്ന് വെറുതെ പറയരുത്. ഇഫ് യു കോൾ ഹിം ലോർഡ്, നിങ്ങൾ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അവനെ രാജാവായിട്ട് അംഗീകരിക്കുന്നുവെങ്കിൽ, ഇനി അവനായിരിക്കണം നിങ്ങളുടെ ശരീരത്തിൽ വാഴുന്നത്. റോമാലേഖനം 10-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യേശുവിനെ കർത്താവ് എന്ന് വായു കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. പ്രിയമുള്ളവരെ, ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മാത്രം രക്ഷിക്കപ്പെടത്തില്ല. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് മാത്രം ആരും രക്ഷിക്കപ്പെടത്തില്ല. നിങ്ങളുടെ രക്ഷ പൂർണ്ണമാക്കണമെങ്കിൽ എന്തും കൂടെ വേണം? യേശുവിനെ കർത്താവാക്കണം. യേശുവിനെ കർത്താവാക്കണം എന്ന് പറഞ്ഞാൽ യേശുവിനെ രാജാവാക്കണം. അവൻ നമ്മുടെ ജീവിതത്തിൽ വാഴണം, നമ്മുടെ ശരീരത്തിൽ അവൻ വാഴണം, നമ്മുടെ ചിന്തകളിൽ അവൻ വാഴണം, നമ്മുടെ ഇഷ്ടങ്ങളിൽ അവൻ വാഴണം. അങ്ങനെ ഒരു വാഴ്വ് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, അതാണ് ദാറ്റ് ഈസ് എ സേഫസ്റ്റ് വേ. കാര്യം അവൻ എന്നെ വാഴുകയാണെങ്കിൽ എൻ്റെ തലവേദനയെല്ലാം മാറി. കാരണം ഞാൻ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്നത് ആരാണ്? യേശുവാണ്. എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നതിന് ദൈവം എന്നെ സഹായിക്കുന്നതല്ല, പ്രത്യുത ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കേണ്ടതിന് ദൈവം എൻ്റെ കൂടെ വരുന്നതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത. എൻ്റെ ഇഷ്ടങ്ങൾ പോലും ദൈവത്തിന് കീഴടക്കിക്കൊണ്ട് അവൻ എന്നെ വാഴുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് യഥാർത്ഥ ആത്മീയത. ഇന്ന് രാത്രിയിൽ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങളെ വാഴുന്നത് ആരാണ്? നിങ്ങൾ തന്നെയാണോ നിങ്ങളെ വാഴുന്നത്? പിശാചാണോ നിങ്ങളെ വാഴുന്നത്? പണമാണോ നിങ്ങളെ വാഴുന്നത്? പദവികളാണോ നിങ്ങളെ വാഴുന്നത്? പലരെയും പണമാണ് വാഴുന്നത്. പണം പറയുന്നത് അവരെ കേൾക്കത്തുള്ളൂ. അവരുടെ ചെവി ആകെപ്പാടെ പണത്തിന് വേണ്ടി മാത്രമേ തുറന്നു വെച്ചിട്ടുള്ളൂ. പലരെയും വാഴുന്നത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം പറയുന്നത് അവർ കേൾക്കത്തുള്ളൂ. പലരെയും വാഴുന്നത് കസേരയാണ്. കസേര കിട്ടാൻ വേണ്ടി അവരെന്തും ചെയ്യും. പലരെയും വാഴുന്നവരുടെ ജഡമാണ്. ജഡത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അവരെന്തും ചെയ്യും. അതൊക്കെയാണല്ലോ നമ്മൾ ഇന്ന് ഭൂമിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജഡികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യ, നിന്നെ വാഴുന്നത് കർത്താവല്ല. ആരാണ്? നിന്റെ ജഡമാണ്. പക്ഷേ അത് നിന്നെ നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. കർത്താവിന്റെ നാൾ വരുമ്പോൾ അഹങ്കാരികളൊക്കെയും ദുഷ്പ്രവർത്തിക്കാരൊക്കെയും താളടിയായിത്തീരും. ഇന്ന് ഈ രാത്രിയിൽ നിങ്ങളുടെ വാഴ്വ് നിങ്ങൾ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുമോ? യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് നീ വന്ന് എങ്ങനെ വരണം? എന്നെ സഹായിക്കാനായിട്ട് വരണമെന്ന് ആരും പറയണ്ട. അതൊക്കെ നമ്മൾ 1000 വട്ടം പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവേ, എൻ്റെ രോഗം നീ സൗഖ്യമാക്കണമേ. കർത്താവേ, എൻ്റെ പിള്ളേരെ കെട്ടിക്കാനുള്ള കാശ് തരണേ. കർത്താവേ, എനിക്കൊരു വീട് തരണേ എന്നൊക്കെ 1000 വട്ടം പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്, കർത്താവേ എനിക്ക് വീട് തരണേ, കാറ് തരണേ എന്നൊന്നുമല്ല. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്, കർത്താവേ എൻ്റെ ശരീരത്തിൻ്റെ മേൽ വാഴ്വ് നടത്താനായിട്ട് രാജാവായിട്ട് നീ എന്നിലേക്ക് വരണമേ എന്നാണ്. എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കേണ്ടതിന് രാജാവായിട്ട് എൻ്റെ ചിന്തകളിലേക്ക് ഇറങ്ങി വരണമെന്നാണ്. എൻ്റെ ഇഷ്ടങ്ങൾ ജഡത്തിൻ്റെ ഇഷ്ടങ്ങളാണിപ്പോൾ. എന്നാൽ എൻ്റെ ഇഷ്ടങ്ങളുടെ മേൽ വാഴ്വ് നടത്തേണ്ടതിന് നീ എൻ്റെ ഇഷ്ടങ്ങളുടെ ലോകത്തിലേക്ക് ഇറങ്ങി വരണമേ എന്നാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. എത്ര പേര് ദൈവസന്നിധിയിൽ യേശുവിന് വാഴ്വിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും? നീ എൻ്റെ രാജാവ് എന്ന് എത്ര പേര് പറയും? കർത്താവേ, ഞാനിതാ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. എന്തിന്? വാഴ്വ് നടത്താൻ. നിന്നെ ഞാൻ എൻ്റെ രാജാവാക്കുകയാണ് എന്ന് എത്ര പേര് പറയും? എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം
ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കണേ പ്രിയമുള്ളവരെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെറുതെ സ്തോത്രം പറയുകയോ വെറുതെ പ്രാർത്ഥിക്കുകയോ അല്ല. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞേ, കർത്താവേ, ഇതുവരെയും ഞാൻ എന്നിൽ വസിക്കുകയായിരുന്നു, ഞാൻ എന്നെ വാഴുകയായിരുന്നു, എനിക്കിഷ്ടമുള്ളത് ചെയ്യുകയായിരുന്നു, എൻ്റെ ഇഷ്ടങ്ങൾ നിർവഹിക്കാനായിട്ട് ഞാൻ നിന്നെ നിർബന്ധം പിടിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ കർത്താവേ, എൻ്റെ വാഴ്വ് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. എൻ്റെ ശരീരത്തിലേക്ക് നീ ഇറങ്ങി വരണമേ. തലയായിരുന്നു കൊണ്ട് എൻ്റെ സന്ധിമജ്ഞകളിലേക്ക്, എൻ്റെ കണ്ണുകളിലേക്ക്, എൻ്റെ കാലുകളിലേക്ക്, എൻ്റെ കൈകളിലേക്ക്, എൻ്റെ ചെവിയിലേക്ക് നിന്റെ ജീവരസം ഇറങ്ങി വന്ന് എന്നെ നിയന്ത്രിക്കണമേ കർത്താവേ. എത്ര പേര് പറയും, കർത്താവേ, എൻ്റെ ശരീരത്തിൽ നീ വാഴണമേ. കർത്താവ് നമ്മുടെ ശരീരത്തിൽ വാഴാൻ തുടങ്ങിയാൽ പിന്നീട് ഈ കൈകൾ നമുക്ക് മറ്റൊന്നിനും ഉപയോഗിക്കാൻ കഴിയില്ല. കർത്താവിൻ്റെ ഇഷ്ടത്തിന് മാത്രം. കർത്താവ് എൻ്റെ ശരീരത്തിൽ വാഴുവാൻ തുടങ്ങിയാൽ എനിക്ക് ഇഷ്ടമുള്ളത് കാണാൻ കഴിയില്ല. എൻ്റെ ടെലിവിഷൻ കാഴ്ചയൊക്കെ മാറുകയാണ്, എൻ്റെ ഇന്റർനെറ്റ് കാഴ്ചയൊക്കെ വ്യത്യാസപ്പെടുകയാണ്. എന്ത് കാണണമെന്ന് കർത്താവ് കൽപ്പിക്കും, എനിക്കിഷ്ടമുള്ളതല്ല. എൻ്റെ നാവിനെ കർത്താവ് വാഴുവാൻ തുടങ്ങിയാൽ എനിക്കിഷ്ടമുള്ള വാക്കുകൾ ഞാൻ പറയില്ല, കർത്താവ് പറയുന്നത് ഞാൻ പറയും. കർത്താവിൻ്റെ വാക്കുകൾ ഞാൻ സംസാരിക്കും. എൻ്റെ നാവിനെ നീ വാഴണമേ, എൻ്റെ കണ്ണുകളെ നീ വാഴണമേ, എൻ്റെ ശരീരത്തെ നീ വാഴണമേ. കർത്താവെ, തലയായി നിന്നുകൊണ്ട് എൻ്റെ സന്ധിമജ്ഞകളിലേക്ക് നിന്റെ ആത്മാവിൻ്റെ ആ വലിയ വ്യാപാരം ഇറങ്ങി വന്നിട്ട് എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുന്ന വാഴ്വ് യഹോവ വാഴുന്നു. ഇന്ന് രാത്രിയിൽ പറയാൻ കഴിയുമോ, കർത്താവേ, എൻ്റെ ശരീരത്തിൽ നീ വാഴണമേ. എൻ്റെ ചിന്തകളിലെ അശുദ്ധ ചിന്തകളൊക്കെ മാറിയിട്ട് കർത്താവിൻ്റെ ഏത് വിചാരത്തെയും യേശുവിനോടുള്ള അനുസരണത്തിന് വേണ്ടി പിടിച്ചടക്കേണ്ടതിന് എൻ്റെ ചിന്തകളുടെ ലോകത്തിൽ നീ വാഴ്വ് നടത്തണമേ എന്ന് എത്ര പേര് പറയും? എൻ്റെ ഇഷ്ടങ്ങളുടെ ലോകത്തെ, ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ കൊടുത്തിരുന്നു. ഇന്ന് രാത്രിയിൽ ഇല്ല കർത്താവേ, എൻ്റെ ഇഷ്ടങ്ങളുടെ ലോകത്തിലേക്ക്, എൻ്റെ ഡിലൈറ്റ്സിലേക്ക് യേശുവേ നീ വാഴണമേ എന്ന് എത്ര പേര് പറയും? കരങ്ങളെ ഉയർത്തി കർത്താവിനോട്, കർത്താവേ, നിന്റെ വാഴ്വ് എനിക്ക് ആവശ്യമാണ്. കർത്താവേ, എൻ്റെ ശരീരത്തെ നീ വാഴണമേ. കർത്താവേ, എൻ്റെ ഹൃദയത്തെ നീ വാഴണമേ. കർത്താവേ, എൻ്റെ ചിന്തകളെ നീ വാഴണമേ. കർത്താവേ, എൻ്റെ കൈകളെ നീ വാഴണമേ. കർത്താവേ, നീ വാഴുന്നുവെന്നുള്ള തിരിച്ചറിവോടുകൂടെ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോ അണുവിലും, എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അണുവിലും, എൻ്റെ ചിന്തകളുടെ ഓരോ ലോകത്തും നിന്റെ വാഴ്വ് തിരിച്ചറിയാൻ എന്നെ സഹായിക്കണമേ. കർത്താവിനോട് കരങ്ങൾ ഉയർത്തി പറ, കർത്താവേ, നീ എൻ്റെ രാജാവ്, എന്നെ നീ വാഴണമേ. എൻ്റെ ജീവിതത്തിൽ നീ വാഴണമേ, എൻ്റെ ശരീരത്തിൽ നീ വാഴണമേ, എൻ്റെ കണ്ണുകളിൽ നീ വാഴണമേ, എൻ്റെ കാലുകളിൽ നീ വാഴണമേ. ഹല്ലേലൂയ. എൻ്റെ ചിന്തകളിൽ നീ വാഴണമേ കർത്താവേ, എൻ്റെ ഇഷ്ടങ്ങളിൽ നീ വാഴണമേ കർത്താവേ. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പറയാം, കർത്താവേ, നീ എൻ്റെ രാജാവ്. ഒച്ചത്തി പറ, വാ തുറന്നൊന്ന് പറ, ലോർഡ്, യു ആർ മൈ കിങ്, reign over me, O God. കർത്താവേ, എൻ്റെ മേൽ നീ വാഴ്വ് നടത്തണമേ. reign over me, O God. പ്രപഞ്ചത്തെ മുഴുവൻ വാഴുന്നവനായ ദൈവം, ഓ ഹല്ലേലൂയ, ഒരു വാക്കുകൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ വരുത്തിയവനായ ദൈവം. പ്രപഞ്ചം മുഴുവൻ അവനെ അനുസരിക്കുന്നുണ്ട്. പക്ഷെ പുഴുവായ ഞാൻ അവനെ അനുസരിക്കാൻ കഴിയാതെ, തയ്യാറാകാതെ അവനെ നിഷേധിച്ചു. ഇന്ന് രാത്രിയിൽ പറയുമോ, കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, നീ എൻ്റെ രാജാവ്. പ്രകൃതി നിന്നെ അനുസരിക്കുന്നു, മരങ്ങളും കല്ലും മണ്ണും മൃഗങ്ങളും എല്ലാം നിന്നെ അനുസരിക്കുന്നു, കാറ്റ് നിന്നെ അനുസരിക്കുന്നു, കടൽ നിന്നെ അനുസരിക്കുന്നു, തിരമാലകൾ നിന്നെ അനുസരിക്കുന്നു. ഞാൻ നിന്നെ അനുസരിച്ചില്ല കർത്താവേ. പക്ഷെ ഇന്ന് രാത്രിയിൽ ഞാൻ ഒരിക്കലൂടെ ഏറ്റുപറയുന്നു, നീ എൻ്റെ രാജാവ്. യേശുവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല കർത്താവേ, എൻ്റെ നാവ് കൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ഏറ്റുപറയുന്നു, യു ആർ മൈ കിങ്, നീ എൻ്റെ രാജാവ്. ഓ ഹല്ലേലൂയ. ഒച്ചത്തിലൊന്ന് പറ, കർത്താവേ, നീ എൻ്റെ രാജാവ്, 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 നീ എൻ്റെ രാജാവ്. എൻ്റെ ചിന്തകളെ നീ വാഴണമേ കർത്താവേ. എൻ്റെ ഏത് വിചാരത്തെയും നിന്റെ ഇഷ്ടത്തിനായിട്ട് നീ പിടിച്ചടക്കണമേ കർത്താവേ. ഒരു ചെറിയ ചിന്ത പോലും നിനക്ക് വിരുദ്ധമായി, നിനക്ക് അനുസരണമില്ലാത്തതായിട്ടില്ല കർത്താവേ. എൻ്റെ അനുസരണം പൂർണ്ണമാകുമ്പോൾ, ഓ ദ ലോർഡ് വാണ്ട് യു ടു ഒബേ ഹിം കംപ്ലീറ്റ്ലി. പൂർണ്ണമാകുമ്പോൾ കർത്താവെ, പൂർണ്ണമായി അനുസരിക്കുവാൻ നീ എൻ്റെ മേൽ വാഴ്വ് നടത്തണമേ കർത്താവേ. ജഡത്തിന്റെ ഇഷ്ടങ്ങളല്ല, നിന്റെ ഇഷ്ടങ്ങൾ, എൻ്റെ ഇഷ്ടത്തിന്റെ മേൽ പ്രവർത്തിക്കുക മാത്രമല്ല, ഇച്ഛിക്കുന്നത് പോലും, അതിനെ പോലും നീ നിയന്ത്രിക്കണമേ കർത്താവേ. എൻ്റെ ഇച്ഛകളെ പോലും നിയന്ത്രിക്കുവാൻ ഞാൻ നിനക്ക് ഫലമേൽപ്പിക്കുക കർത്താവേ. യഹോവേ, നീ വാഴണമേ, നീ വാഴണമേ, നീ എൻ്റെ രാജാവ്, നീ എൻ്റെ രാജാവ്, നീ വാഴണമേ കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ, ഒരു കാര്യം കൂടെ. സ്വാഭാവികമായ ഒരു ജീവിതം ജീവിച്ച്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച്, ഇന്നുവരെയും യേശുവിന് ജീവിതം കൊടുത്തിട്ടില്ലാത്ത ഒരാളുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിൻ്റെ നാൾ വരുന്നു.
ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അന്ന് അഹങ്കാരികളൊക്കെയും ദുഷ്പ്രവർത്തിക്കാരൊക്കെയും താളടിയായി പോകും. യഹോവയെ ഭയപ്പെടുന്നവർക്ക് നീതി സൂര്യൻ രോഗോപശാന്തിയോടെ ഉദിക്കും. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും ഒരാൾ പുതുതായി യേശു കർത്താവിനെ രാജാവാക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഓൾറെഡി കർത്താവ് നമുക്ക് പലപ്പോഴും, നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ പലപ്പോഴും നമ്മുടെ പൂർണ്ണമല്ലാത്ത അനുസരണമുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ ജീവിതം യേശുവിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പുതുതായി യേശുവിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കരങ്ങളെ ഒന്ന് ഉയർത്താം. എനിബഡി ഹു വാണ്ട് ടു അക്സെപ്റ്റ് ജീസസ് ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട് യേശുവിനെ സ്വീകരിക്കാൻ. ഞാൻ ക്രിസ്ത്യാനിയാണോന്നൊന്നും ഞാൻ ചോദിച്ചത്. നിങ്ങൾ പള്ളിയിൽ പോകുന്നൊന്നുമല്ല, പെന്തിക്കോസ് പള്ളിയിൽ പോയാലും ഞാനത് കണക്കാക്കുന്നില്ല. എന്നെ വാഴുവാൻ ഇതുവരെ ഞാനാണ് വാണുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ യേശുവിന് എൻ്റെ ജീവിതം സമർപ്പിക്കുന്നുവെന്ന് തീരുമാനിക്കുന്നവർ അവരുടെ കരങ്ങളെ ഒന്ന് ഉയർത്താം. അങ്ങനെയുള്ളവർ, കം ഓൺ, ഐ ആം ഗോയിങ് ടു പ്രേ ഫോർ ദം. പുതുതായിട്ട് യേശുവിനെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കണ്ണുകളെ അടയ്ക്കുക. നമ്മുടെ കണ്ണുകൾ എല്ലാവരും, ബാക്കിയുള്ള എല്ലാവരും കണ്ണുകളെ അടയ്ക്കുക. കരങ്ങളെ ഉയർത്തിയാൽ യെസ്, ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. വേറെയുള്ള ആരെങ്കിലും ഒരാൾ ആ രീതിയിൽ, യെസ്, വെരി ഗുഡ്. ഇന്ന് കർത്താവിനെ സ്വീകരിക്കുവാനുള്ള മനസ്സോടുകൂടെ നിങ്ങൾ കരങ്ങളെ ഉയർത്തി തന്നെ പിടിക്കുക. ഇന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ കരങ്ങളെ ഉയർത്തി തന്നെ പിടിക്കുക. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാവരും കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗം സന്തോഷിക്കുന്ന ദിവസം എന്ന് പറയുന്നത് ഒരു പാപിയുടെ മാനസാന്തരത്തിൻ്റെ ദിവസത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് പുതുതായി യേശു കർത്താവിനെ സ്വീകരിക്കുവാൻ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് തീരുമാനമെടുത്ത ഈ സഹോദരങ്ങൾക്കായി ഞാൻ നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവേ, ഇതുവരെയും അവരെ പിടിച്ചു വലിച്ചുകൊണ്ടിരുന്ന കർത്താവെ, ലോകത്തിൻ്റെ ശക്തികൾ, ജഡത്തിൻ്റെ ശക്തികൾ, പിശാചിൻ്റെ ശക്തികൾ, അതിനോടെല്ലാം പോരാടുവാനുള്ള വലിയ ആത്മശക്തി അവരുടെ ജീവിതത്തിലേക്ക് നീ പകരണമേ കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഒരു പൂർണ്ണതയുള്ള അനുസരണത്തിൻ്റെ ജീവിതം ജീവിക്കുവാൻ അവരെ നീ ശക്തീകരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.